അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. സഹോദരങ്ങളെ, ഖത്മുൽ ഖുർആൻ 498 ദിവസം സൂറത്ത് ഖാഫ് 50 അധ്യായം നാം നേരത്തെ പാർട്ട് 1 പാരായണം ചെയ്തു. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അതിലെ ചില ആയത്തുകളിലൂടെ കടന്നു പോകാം. പാരായണ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന്, ഖാഫ് എന്ന് 6 ദൈർഘ്യം നൽകിയിട്ട് വേണം വായിക്കാൻ. മദ്, ലാസിം, ഹർഫി, മുഖഫഫ്, 6 ഹർക്കാത്ത് എന്ന് നാം വിശദീകരിക്കും. ഖാഫ്. ഇനി ഇത് മലർത്തി വായിക്കരുത്. ഖാഫ് എന്ന് വായിക്കാതെ എന്നാൽ കോ എന്ന് ഉരുട്ടാനും പാടില്ല കേട്ടോ. അതിനിടയിൽ ഖാഫ്. എന്നിട്ട് അല്ലാഹു ഖുർആനുൽ മജീദിനെ സത്യം ചെയ്തുകൊണ്ട് പറയാ, വൽ ഖുർആനിൽ മജീദ്. ഖുർആൻ തന്നെയാണ് സത്യം. ഖുർആൻ വായിക്കൂ, നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും എന്ന് ചുരുക്കം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെയും അതേപോലെ തന്നെ മൗത്തിന് ശേഷമുള്ള ബഅസ്, പുനർജന്മത്തെയും ഹിസാബിനെയും ജന്ന വന്നാർ, സ്വർഗ നരകത്തെയും ഒക്കെ എതിർക്കുന്ന നിഷേധികളായ ആളുകളെ കുറിച്ച് പറയുന്നു. നിങ്ങൾ പ്രവാചകരെ സങ്കടപ്പെടണ്ട, താങ്കൾ തസ്ബീഹ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നു. താങ്കൾ അവരോട് മേൽ ജബ്ബാറാവേണ്ടതില്ല, അഥവാ താങ്കൾ അവരോട് തർക്കിച്ചോ അതല്ലെങ്കിൽ സ്വേച്ഛാധിപത്യമായോ സംസാരിക്കേണ്ടതില്ല, നിർബന്ധം ചെലുത്തേണ്ടതില്ല. ഖുർആൻ കൊണ്ട് താക്കീത് ചെയ്താൽ മാത്രം മതി. ഖുർആൻ കൊണ്ട് വാള്, ഉപദേശങ്ങൾ, സാരോപദേശങ്ങൾ നൽകിയാൽ മാത്രം മതി. ഖുർആൻ പഠിപ്പിച്ചാൽ മാത്രം മതി. ഒരാളെയും നിർബന്ധിക്കേണ്ടതില്ല എന്നും അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബൽ അജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും. അവർക്ക് അവരിൽ നിന്ന് ഒരു താക്കീതുകാരൻ വന്നു എന്നതാണ് വലിയ അത്ഭുതം. അതങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ. അവർ പറയുന്നു ഹാദാ ശൈഉൻ അജീബ്. അതേപോലെ അവരുടെ അടുത്ത ചോദ്യം, ഇദാ മിത്നാ വകുന്നാ തുറാബാ, നമ്മൾ മരിച്ചു മണ്ണായിട്ട് വീണ്ടുമോ? അങ്ങനെയാണെങ്കിൽ അത് റജ്ഉൻ ബഈദ് തന്നെയാണല്ലോ, വല്ലാത്തൊരു മടക്കാണ് കേട്ടോ അത്. അല്ലാഹ് പറയാണ്, നിങ്ങളെ മണ്ണിൽ നിന്നല്ലേ സൃഷ്ടിച്ചത്, നിങ്ങളെ മണ്ണിൽ അടക്കുകയാണല്ലോ, അങ്ങോട്ട് തന്നെയാണല്ലോ നിങ്ങൾ പോണത്. ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും, നിങ്ങളിൽ നിന്ന് ഭൂമി ചുരുക്കിക്കളയുന്നത് എന്ത് എന്ന് നമുക്കറിയാം. വഇൻദനാ കിതാബുൻ ഹഫീദ്, നമ്മളുടെ അടുത്ത് രേഖയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. എന്നാലും അവർ സംശയമാണ്. സംശയമുള്ളവരോട് വീണ്ടും പറയുന്നു അല്ലാഹ് ഓർമ്മപ്പെടുത്താൻ, നിങ്ങളൊന്ന് ആകാശം നോക്കൂ. ഇന്ന് ചന്ദ്രയാൻ ദൗത്യത്തിലാണ് നമ്മൾ. നാളെ നമ്മൾ സൂര്യനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് മുതൽ സൂര്യനെക്കുറിച്ചുള്ള പഠനം തുടങ്ങിക്കഴിഞ്ഞു. സൂര്യനിലേക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. സഹോദരങ്ങളെ, അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും, അവർ അവരുടെ മുകളിലുള്ള ആകാശത്തെ അഥവാ ഉപരിലോകത്തെ എങ്ങനെ നാം സൃഷ്ടിച്ചു എന്നൊന്ന് നോക്കൂ. കൈഫ ബനൈനാഹാ വസയ്യന്നാഹാ, അതിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും അതിലെ അന്യൂനതകളെക്കുറിച്ചും വമാ ലഹാ മിൻ ഫുറൂജ്. ഇനി ഭൂമിയെക്കുറിച്ച് നോക്കൂ. വൽ അർദ മദദ്നാഹാ, ഭൂമിയെ നാം ഇതാ വിധാനിച്ചിരിക്കുന്നു. അതേപോലെ വഅൽഖൈനാ ഫീഹാ റവാസി, അതിലൊരുപാട് മലകളെ നാം നാട്ടിയിരിക്കുന്നു. വഅൻബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്, കൗതുകമുളവാകും വിധത്തിൽ എത്രയെത്ര ഇണകളായിട്ട് സസ്യങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും ഒക്കെ. എന്തിനായതൊക്കെ? അത് തബ്സിറത്താകാനാണ്. തബ്സിറ വദിക്റ ലികുല്ലി അബ്ദിൻ മുനീബ്, മടക്കമുള്ള ഏതൊരു മനസ്സിനും ഏതൊരു ദാസനും റബ്ബിനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ഉൾക്കാഴ്ച നൽകുവാനുള്ളത് തന്നെയാണ് ഈ പ്രകൃതി മുഴുവനും. അതിലേക്ക് അവർ നോക്കൂ. ആകാശത്ത് നിന്ന് മഴ വർഷിച്ചത്, മഴയില്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മൾ മഴയ്ക്ക് വേണ്ടി തേടുക. എങ്ങോട്ട്? ഒന്നുമില്ല, ഇരുകരം ഉയർത്തണം മുകളിലേക്കല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ല.
നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഈ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഖുർആൻ പലയിടങ്ങളിൽ ചോദിക്കുന്നുണ്ട്. വിശദീകരണം അധികമായി പോകുമെന്നതുകൊണ്ടും സമയം പരിമിതമായതുകൊണ്ടും അങ്ങോട്ട് കടക്കുന്നില്ല. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറകൻ, അനുഗ്രഹീതമായ വെള്ളം, ഏറ്റവും മുബാറക്കായ ബറക്കത്തായ വെള്ളം മാനത്ത് നിന്ന് പെയ്തിറങ്ങുന്ന വെള്ളമാണ് എന്നാണ് പറയണത്. മുബാറക്കായ വെള്ളം, ഒരു സംശയമില്ല ആർക്കും കേട്ടോ, അനുഗ്രഹീതമായ വെള്ളമാണത്, ബറക്കത്താക്കപ്പെട്ട വെള്ളമാണത്. ഖുർആൻ ഡയറക്റ്റ് പറയാം, ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീബ്, ഒരുപാട് ധാന്യങ്ങൾ, ഒരുപാട് തോട്ടങ്ങൾ അതുകൊണ്ട് നാം മുളപ്പിച്ചില്ലേ. വന്നഖല ബാസിഖാത്തിൻ ലഹാ ത്വൽഉൻ നദീദ്, എന്തിനാ? റിസ്ഖൻ ലിൽ ഇബാദ്, തൻ്റെ അടിമകൾക്ക്, മതഅല്ലക്കും വലി അൻആമിക്കും, വേറെ സൂറത്തുകളിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാറ്റിനുമുള്ള റിസ്ഖായിട്ട്. വഅഹ്യന ബിഹി ബൽദ മൈത ബൽദതൻ മൈതൻ, നിർജീവമായ ഭൂമിയെ നാം സജീവമാക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ ഓർക്കുക, ഒന്നുമില്ലാത്ത തരിശു ഭൂമിയിൽ മഴ വർഷിച്ചതിനെക്കുറിച്ചും അതിലൂടെ സസ്യലതാദികളെ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ അവിടെ തന്നെ ഓർമ്മിക്കുക, കദാലിക്കൽ ഖുറൂജ്, ഒന്നുമല്ലാത്തടത്ത് പച്ചപ്പുണ്ടായതുപോലെ, സമൃദ്ധി വന്നതുപോലെ നിങ്ങൾ ഒരവസ്ഥയിൽ നിന്ന് നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു, ഒന്നുമല്ലാത്തടത്ത് നിങ്ങളെ സൃഷ്ടിച്ചു. ഇനി നിങ്ങൾ മരിച്ചു പോകുന്നു. നേരത്തെ പറഞ്ഞില്ലേ ദാലിക റജവും പഴയതെന്ന്, അതിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോകാം അല്ല. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഈ മഴ വർഷിച്ച് തരിശു ഭൂമി സജീവമായതുപോലെ, സമൃദ്ധമായതുപോലെ നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് ഇനി വീണ്ടും മരണപ്പെട്ടാൽ പുനർജന്മം നൽകാനും കഴിവുള്ളവനാണ് അല്ലാഹു. ഇത് നിങ്ങൾ മാത്രമല്ല, മുമ്പുണ്ടായിരുന്നു എന്നല്ല പറയാം നമ്മളോട്. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹ് വഅസ്ഹാബുർ റസ് വസമൂദ്. അസ്ഹാബുർ റസ് ആര് എന്ന ചോദ്യം ചോദിക്കുന്നു, ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. വഅസ്ഹാബുൽ ഐക്ക, അസ്ഹാബുൽ ഐക്കത്ത് ഏത് സമൂഹമാണ്? വഖൗമു തുബ്ബ ഏത് സമൂഹമാണ്? നിങ്ങൾ കണ്ടെത്തുക. ചോദ്യത്തിന് ഉത്തരം തയ്യാറാക്കുമല്ലോ. ആദ്, ഫിർഔൻ, ലൂത്ത് സമൂഹം, ഇവരെല്ലാവരും നിഷേധിച്ചതിനെ കുറിച്ചും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. 16-ാമത്തെ വചനം ഏറെ ശ്രദ്ധേയമായതുകൊണ്ട് ആയത്തിൻ്റെ നമ്പർ പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിൽ പലരും നിസ്സഹായതകൾ പറയാറുണ്ട്. ആരും കാണാനില്ല, ആരും കേൾക്കാനില്ല, എൻ്റെ പ്രശ്നം ഞാൻ ഇനി ആരോട് പറയാനാ എന്ന് ചോദിച്ച് സങ്കടപ്പെടുന്ന ആളുകളുണ്ട്. സൃഷ്ടാവായ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് 50-16, എല്ലാവർക്കും സമാശ്വാസദായകമായ ഒരു വചനം. വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ് ഖലഖ്നൽ ഇൻസാന, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണല്ലോ. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്ന എല്ലാം നാം അറിയുകയും ചെയ്യുന്നുണ്ട്. ആകയാൽ വേറെ ആരോടും ചോദിക്കണ്ട. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം തേടുന്നത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ട നാടിയേക്കാൾ, ജീവനാടിയേക്കാൾ അവനോട് അടുത്തത് നാമാണ്. അതുകൊണ്ട് എന്നോട് ചോദിക്കട്ടെ. നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ, തസ്ബീഹകൾ ഈ അധ്യായം തന്നെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഫസ്ബിർ അലാ മാ യഖൂലൂന, നിങ്ങൾ മറ്റുള്ളവരാൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളാകട്ടെ, ഇനി ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വചനത്തിൽ 16-ൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതേത് തലങ്ങളിലെ വിഷമങ്ങളാകട്ടെ അവിടെയൊക്കെ നിങ്ങൾ ക്ഷമിക്കുകയും വസബ്ബിഹ് ബിഹംദി റബ്ബിക, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുക, പരിശുദ്ധിപ്പെടുത്തുക. ഖബ്ല തുലൂഇ ശംസ്, സൂര്യോദയത്തിന് മുമ്പും, വഖബ്ലൽ ഖുറൂബ്, സൂര്യാസ്തമയത്തിന് മുമ്പും. പ്രഭാത പ്രദോഷങ്ങളിലെ ദിക്റുകളുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നമ്മൾ എത്ര പേർ പ്രഭാത പ്രദോഷ ദിക്റുകളിൽ മുഴുകാറുണ്ട്? 3, 4, 7, 10, 100 ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എത്ര ദിക്റുകളാണ്. അള്ളാഹു നമുക്ക് തന്ന മന്ത്രങ്ങൾ, നമുക്ക് തന്ന കൻസുകൾ, നിധികൾ. സഹോദരങ്ങളെ, നമ്മൾ എത്ര പേർ അതിലുണ്ട്? നമുക്ക് തിരക്കല്ലേ, ദുനിയാവിൻ്റെ കൂടെ പോവല്ലേ. ഇവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്ബിർ അലാ മാ യഖൂലൂന, ആളുകൾ എന്തെങ്കിലും പറയുമോ എന്ന് വിചാരിക്കണം. നമ്മുടെ വേഷഭൂഷണങ്ങൾ, വേഷധാരണങ്ങളാകട്ടെ, അവിടെയൊന്നും ആളുകൾ എന്ത് കരുതുമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ മോശമായ വസ്ത്രം ധരിച്ചാൽ നമ്മെ മോശം പറയുന്നവരാണ്.
നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ, ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചാലും മോശം പറയും. നമ്മൾ നല്ല ചെയ്താലും മോശം ചെയ്താലും മോശമായിട്ട് തന്നെ എപ്പോഴും പറയുക മറ്റുള്ളവർ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും നോക്കേണ്ടതില്ല, നമ്മൾ നോക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. വസ്ഫസ്ബിർ, ക്ഷമിക്കുക, എന്നിട്ട് തസ്ബീഹ് ചെയ്യുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമായ ഭാഗം, അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഭാഗം. യൗമ യസ്മ വസ്തമിഅ, ശ്രദ്ധിച്ച് കേൾക്കണം. രാത്രിയിലും പകലിലുമുള്ള ദിക്റുകളെക്കുറിച്ച് പറഞ്ഞു, നമസ്കാരങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു വസ്തമിഅ, ശ്രദ്ധിച്ചൊരു കാര്യം കേൾക്കണേ, കാതോർക്കണേ. യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്, വളരെ സമീപത്ത് നിന്ന് തന്നെ ഒരു വിളി വരാനുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് കേൾക്കണം. എന്താണത്? യൗമ യസ്മഊന സ്വൈഹ ബിൽ ഹഖ്, സത്യമായും ഒരു സ്വൈഹത്ത് കേൾക്കാനുള്ള ദിവസമാണത്. ഒരു വലിയ ശബ്ദം കേൾക്കും. ഏതാണതെന്നറിയോ? ദാലിക യൗമുൽ ഖുറൂജ്, അന്നെല്ലാവരും പുറപ്പെടാൻ വേണ്ടിയുള്ള വിളിയാണത്. എല്ലാവരും നേരല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, തിരക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല, കച്ചവടം പറയാൻ പറ്റില്ല, കുടുംബത്തെ പറയാൻ പറ്റില്ല, ആരെയും ഓർമ്മയുണ്ടാവില്ല. നമ്മളെല്ലാവരും പുറപ്പെടാനുള്ള ഖുറൂജ് അടിക്കുന്ന ദിവസമാണ്. ഭൂമിയിലെ ഈ ഭൂമിയിൽ നിന്നുള്ള എക്സിറ്റ് അടിക്കേണ്ട ദിവസമാണ്. ഖുറൂജ് അടിക്കുന്ന ദിവസമാണ്. അന്ന് നമ്മൾ പോണം. അല്ലാഹ് പറയാ, നമ്മളാണല്ലോ നിങ്ങളെ ജീവിപ്പിച്ചത്. നുഹ്യി വനുമീത്, നമ്മൾ തന്നെ മരിപ്പിക്കുകയാണ്. വ ഇലൈനൽ മസീർ, വീണ്ടും തിരിച്ചുവരവുണ്ട്. ആ തിരിച്ചുവരവിൻ്റെ സ്വൈഹത്താണ് കേൾക്കുന്നത്. ആ സ്വൈഹത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് ശ്രദ്ധ വേണം. അന്ന് ഭൂമി പിളരും, മറ്റൊരു ഭൂമിയായി മാറ്റപ്പെടും. ദാലിക ഹശ്റുൻ, അങ്ങനെ ഒരുമിച്ച് കൂട്ടുക എന്നത് അലൈന യസീർ, നമ്മുടെ മേൽ പ്രയാസമില്ലാത്ത, യസീർ എളുപ്പമായ കാര്യമത്രേ. അവർ എന്തോ പറഞ്ഞോട്ടെ, നമ്മളതെല്ലാം അറിയും. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ വമാ അൻത അലൈഹിം ബിജബ്ബാർ, താങ്കൾ അവരോട് പോക്കിരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ശക്തമായി അടിച്ചേൽപ്പിക്കേണ്ടതില്ല. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, എൻ്റെ വഈദിനെ, എൻ്റെ വഅദയെ, താക്കീതുകളെ ഭയപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കുക എന്ന്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കാം. 17-ാമത്തെ വചനം മുതൽ പറയുന്ന അല്പം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണം. സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ എല്ലാം രേഖപ്പെടുത്തുന്ന റഖീബ് അതീദ് എന്ന ദൗത്യം നിർവഹിക്കുന്ന മലക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്. നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന, റഖബ എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ചു എന്നാ, അതദ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയെന്ന, നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന എണ്ണമറ്റ മലക്കുകൾ നമ്മുടെ കൂടെയില്ലാതെ നമ്മളൊന്നും ഉരിയാടുന്നില്ല എന്ന് സക്രാത്തുൽ മൗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് തെറ്റി മാറിക്കളയാൻ സാധ്യമല്ലെന്ന് പറയുന്നുണ്ട്. സൂറിൽ ഊതപ്പെടുന്ന രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാക്ഷികളെ കൊണ്ടുവരപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് നമ്മുടെ കണ്ണിന് മറയുണ്ടാവുകയില്ല. ഫബസറുക്കൽ യൗമ ഹദീദ്, ഷാർപ്പായിരിക്കും നിൻ്റെ കാഴ്ച എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞത് മന്നാഇൽ ഖൈർ, ഖൈറിന് തടസ്സം നിൽക്കുന്നവരാണവർ എന്ന. മുഅ്തദിൻ മുരീബ്, ധിക്കാരികളും സംശയാലുക്കളുമായിരിക്കും അവർ എന്ന. ഏറ്റവും പ്രധാനമായി നരകത്തിലാകപ്പെടാനുള്ള കാരണം പറയുന്നത് അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, അവൻ്റെ സംശയവും അവൻ്റെ നന്മ മുടക്കവും ഒക്കെ ഇതുകൊണ്ടുണ്ടായതാണ്. അവൻ അള്ളാഹുവിന് പുറമെ മറ്റു പല ഇലാഹുകളെയും നിശ്ചയിച്ചു. അവരെ ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്, കഠിനമായ ശിക്ഷയായ നരകത്തിലേക്ക് വലിച്ചെറിയുക എന്ന് മലക്കുകളോട് കൽപ്പന നൽകപ്പെടുകയാണ്. എന്നിട്ട് അവസാനം വീണ്ടും പറയുന്നുണ്ട്, നരകത്തിനോട് ചോദിക്കുന്ന ചോദ്യം ഇനിയും വേണോ, ഇനിയും ഉണ്ടോ എന്ന ചോദ്യവുമുണ്ട്. സ്വർഗം അടുപ്പിക്കപ്പെടുന്ന മുത്തഖീങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് ദൂരെയല്ലാതെ സ്വർഗത്തെ വളരെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടും എന്ന്. അത് എന്തുകൊണ്ടാണെന്നറിയോ? അവ്വാബ് ആയിരുന്നു അവർ, ഹഫീവ് ആയിരുന്നു അവർ ഖേദിച്ചു മടങ്ങുന്ന മടക്കമുള്ളവരായിരുന്നു, അതേപോലെ സൂക്ഷ്മതയുള്ള ആളുകളായിരുന്നു. റഹ്മാനായ റബ്ബിനെ ഖശ്യ ബിൽ ഗൈബ്,
ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, റബ്ബിനെ കണ്ടിട്ടില്ലെങ്കിലും റബ്ബിനെ കൃത്യമായി സൂക്ഷ്മതയോടെ ഭയന്ന ആളുകളായിരുന്നു. വജാഅ ബി ഖൽബിൻ മുനീബ്, മടക്കമുള്ള ഹൃദയത്തിനുടമകളായാണ് അവർ വന്നിട്ടുള്ളത് എന്ന്. അവരോട് പറയും, സമാധാനമാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, ശാശ്വതത്വത്തിൻ്റെ ലോകമാണത്. അവിടെയുള്ളതെന്താ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ് ഈ അധ്യായത്തിലെ 35-ാം വചനത്തിലെ അവസാന 2 വാക്കുകൾ, അതേപോലെ 16-ാമത്തെ ആയത്തും. 35-ലെ അവസാന ഭാഗം എന്താ? ലഹും മാ യശാഊൻ, സ്വർഗത്തിൽ അവരുദ്ദേശിച്ചതൊക്കെ അവർക്കുണ്ട്. നമ്മളെ ഉദ്ദേശം സഹോദരങ്ങളെ, ചങ്ങാതിമാരെ, എന്താ ഉള്ളത്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോഴാണ് ഉദ്ദേശിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും ഒക്കെ അനുഭവിക്കുന്നവരായിരിക്കും അടുത്ത തലമുറ. നമ്മളിപ്പോൾ കാണാത്ത പലതും അടുത്ത തലമുറ അനുഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ പുതുമ ഉണ്ടാവില്ല. അന്നത്തെ തലമുറ നമ്മുടെ മുമ്പ് സഹോദര കുട്ടികളൊക്കെ, നമ്മളെ പഴയ ആളുകളൊക്കെ, പിന്നിലുള്ളവരൊക്കെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടതായിരിക്കും ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹത്തിനുമൊക്കെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞ വളരെ കൃത്യമായൊരു പ്രയോഗമാണ്, വലദൈനാ മസീദ്, നമ്മുടെ അടുത്ത് എമ്പാടും വേറെയുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വല ഉദുനുൻ സമയത്ത്, ഒരു കാതും ശ്രവിച്ചിട്ടില്ലാത്ത, വമാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ഹൃദയവും മനസ്സും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത. അള്ളാഹുവേ, ആ സ്വർഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. ആമീൻ. ഈ അധ്യായം കൂടുതലായി പ്രവാചകൻ പാരായണം ചെയ്ത പോലെ നമ്മളും പരമാവധി പാരായണം ചെയ്യുക, പഠിക്കുക, മനഃപ്പാടമാക്കുക, ഇതിനെതിരാകാതെ ജീവിക്കുക, ഇതിലുള്ള സ്വർഗം പ്രതീക്ഷിക്കുക, നരകത്തെ ഭയപ്പെടുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത അധ്യായം സൂറത്തുൽ ദാരിയാത്തിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.